നമസ്കാരം, ന്യൂസ് 3ലേക്ക് സ്വാഗതം. ഞാൻ നാദിറ മെഹറി. ഒരു നല്ല കലാകാരനെ സമൂഹം അംഗീകരിക്കും, ആദരിക്കും, സംശയമില്ല. പക്ഷേ ആ ആദരവും അംഗീകാരവും എന്തും ആരെയും പറയാനുള്ള ലൈസൻസ് അല്ല. കലാകാരന്മാരുടെ മാത്രം കാര്യമല്ല. പിന്തുണയ്ക്കാൻ കുറേ പേര് വരുമെന്ന ധാരണയിൽ നമ്മളെയൊക്കെ പറയാൻ അറയ്ക്കുന്ന തെറിവാക്കുകൾ സമൂഹ മാധ്യമങ്ങൾ എഴുതി വയ്ക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് ഈ ഒരൊറ്റ കാര്യമാണ്. ഇന്നാട്ടിൽ നമ്മൾ ഓരോരുത്തർക്കും അഭിമാനത്തോടെ ജീവിക്കാൻ അവകാശം തരുന്ന ഒരു ഭരണഘടനയുണ്ട്. അതിനനുസരിച്ചുള്ള നിയമവ്യവസ്ഥയുണ്ട്. അതിൽ വിശ്വാസം അർപ്പിച്ച് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. ഇന്നത്തെ അതിഥിയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ അതിഥി കേരള സർക്കാർ പട്ടികജാതി സംസ്ഥാന ഉപദേശക സമിതി അംഗവും അധ്യാപികയും സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള വിനീത വിജയനാണ്. സ്വാഗതം വിനീത ചേച്ചി. ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നത്തെ അതിഥി വളരെ സ്പെഷ്യലാണ്. നമ്മൾ പലപ്പോഴും സാമൂഹ്യ പ്രവർത്തകരാകുന്നത് സമൂഹത്തിന് എന്തെങ്കിലും തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് അതിലൂടെ കടന്നു വരുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് വ്യക്തിപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ്. എങ്ങനെയാണ് ചേച്ചിയുടെ കടന്നു വരുന്നത്? ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ ഇപ്പം നാദിറ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിച്ച ഏത് വാക്കിനേക്കാളും എഴുത്തുകാരിയെന്നും അധ്യാപികയെന്നും ഒക്കെയുള്ള ഏത് വാക്കിനേക്കാൾ കൂടുതൽ എനിക്ക് ഏറ്റവും സന്തോഷവും അഭിമാനവും ഉള്ളൊരു വാക്കാണ് സാമൂഹ്യ പ്രവർത്തക എന്നുള്ളത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായി നിലനിൽക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, നമ്മളുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹം തന്നതാണ്. നമ്മുടെ വിദ്യാഭ്യാസമായാലും നമ്മുടെ എല്ലാ തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളായാലും നമുക്ക് തരുന്ന സമൂഹമാണ്. അപ്പോൾ നമുക്ക് പേ ബാക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. നമ്മൾക്ക് സമൂഹം തരുന്നത് സ്വീകരിക്കുക മാത്രമല്ല, തിരിച്ച് സമൂഹത്തിന് നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ അർത്ഥത്തിൽ സാമൂഹ്യ പ്രവർത്തകർ അവർക്ക് കിട്ടിയിട്ടുള്ളത് മാത്രമല്ല, അവർക്ക് നിഷേധിക്കപ്പെട്ടതിനും കൂടി വേണ്ടിയിട്ട് പൊതുസമൂഹത്തിന് വേണ്ടി ശബ്ദം ഉയർത്തുന്നവരാണ്. ആ അർത്ഥത്തിൽ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ തുടക്കം എന്ന് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റുന്നത്, മഹാരാജാസ് കോളേജിലാണ് ഞാൻ ഡിഗ്രി PG എല്ലാം പഠിച്ചത്. ആ പഠനകാലത്ത് ഈ മഹാരാജാസ് കോളേജിൻ്റെ തൊട്ട് മുൻവശത്ത് ഞാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠനമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പെട്ടിക്കട നടത്തിയിരുന്നു. അപ്പോൾ ആ കടയുടെ മുൻവശത്ത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഈ സുഭാഷ് പാർക്കിൻ്റെ മുന്നിൽ, അറിയാലോ മഹാരാജാസ് കോളേജിൻ്റെ തൊട്ട് മുൻവശത്താണ് സുഭാഷ് പാർക്ക്. ഈ സുഭാഷ് പാർക്കിൻ്റെ ഓരത്ത് ഒരു ചെറിയ പെൺകുട്ടി, 4 വയസ്സ് ഒക്കെ പ്രായം വരുന്ന ഒരു നാടോടി പെൺകുട്ടി എല്ലാ ദിവസവും ഒരു ഫ്ലൂട്ട്, അതായത് ഇങ്ങനെ ഒരു മുളം കുറ്റിയിൽ ഇങ്ങനെ കുത്തിവെച്ച് നടക്കുന്ന, നമ്മൾ പറയുന്ന അർത്ഥത്തിലുള്ള ഓടക്കുടലല്ല, അതല്ലാതെ ഊതുന്ന ഒരു പീപ്പി പോലത്തെ, അതിങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു. ഈ കുട്ടിയെ ഒരു ദിവസം, എല്ലാ ദിവസവും കാണുന്നൊരു കുട്ടിയായതുകൊണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കും. ഒരു ദിവസം ഈ കുട്ടിയെ വന്നിട്ട് അവളുടെ ഈ പീപ്പി മാത്രം എൻ്റെ കടയുടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുട്ടിയെ കാണുന്നില്ല. ഞാൻ അവിടെ എല്ലാം തിരഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ കാണുന്നത്, തൊട്ടടുത്ത ഒരു കരിക്ക് വെട്ടുന്ന ഒരാൾ ഈ കുട്ടീനെ ഈ കരിക്ക് വെട്ടുന്ന തട്ടിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു പന്ത് പോലെ ചുരുട്ടി വെച്ചിട്ട് കുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ കുട്ടീനെ ഞാൻ ചെന്നിട്ട് അവിടെ കൂടി ഒരുപാട് മനുഷ്യർ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് കുഞ്ഞിനെ ഇയാൾ അബ്യൂസ് ചെയ്യുന്ന ഈ കാഴ്ച ഞാൻ കാണുന്നത്. കുട്ടീനെ ഇങ്ങനെ എടുക്കുമ്പോൾ അവൾ ശബ്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ കൈ കുട്ടിയുടെ കഴുത്തിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഞാനിതിനെ വലിച്ചെടുത്തിട്ട് പെട്ടെന്ന് എനിക്ക് ഇയാൾ കരിക്ക് വെട്ടിക്കൊണ്ടിരുന്ന കത്തി എടുത്തിട്ട് കുട്ടിയെ വിടറാന്ന് പറഞ്ഞിട്ട് ഇയാളുടെ നേരെ ഞാൻ ചെല്ലുന്നു. തൊട്ടടുത്തൊരു പോലീസുകാരൻ്റെ അടുത്ത്, ഒരു ട്രാഫിക് പോലീസുകാരനാണ്, അയാളുടെ അടുത്ത് ചെന്നിട്ട് ഇയാൾ കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ ഒരു തരത്തിലും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ ഈ കുട്ടീനെ എടുത്തിട്ട് തൊട്ടടുത്തുള്ള നോർത്ത് പോലീസ് സ്റ്റേഷനിൽ, ഇത് നടക്കുന്നത് 2006 കാലഘട്ടത്തിലാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ പോലീസുകാരൻ എന്നോട് പറയുന്നത്, എന്താ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ മഹാരാജാസ് കോളേജിൽ ഡിഗ്രി പഠിക്കുകയാണ്, ഒപ്പം ഞാനിങ്ങനെ ഒരു ചെറിയൊരു കടയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് അങ്ങ് മുമ്പോട്ട് പോയാൽ പോരെ. ഈ തെരുവിലൊക്കെ നടക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊക്കെ സ്വാഭാവികമാണ്, അവർക്കൊക്കെ ഇതൊക്കെ ശീലമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകണ്ട. അവരൊക്കെ ഈ കഞ്ചാവൊക്കെ കഴിക്കുന്ന ആൾക്കാരൊക്കെയാണ്, അവരുടെയൊക്കെ പുറകെ പോയി വെറുതെ ശത്രുത വാങ്ങി വെക്കേണ്ട, നിങ്ങളുടെ കാര്യം നോക്കി പോകുമെന്നാണ് പറയണത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് മനസ്സിലായൊരു കാര്യം,
ഈ സമൂഹത്തിൽ നീതിയും ന്യായമൊക്കെ പാലിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനങ്ങളാണ് പോലീസ് സ്റ്റേഷനും പോലീസും നിയമ സംവിധാനവും ഒക്കെ എങ്കിലും അവിടെയും പ്രിവിലേജ് ഉള്ള ആളുകൾക്ക് അതേസമയം ഒരു അച്ഛനമ്മമാരുള്ള സമൂഹത്തിൽ സ്വീകാര്യതയുള്ള ഒരു വീട്ടിൽ ഒരു കുട്ടിക്കാണ് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായെങ്കിൽ ആ രീതിയിലായിരിക്കില്ല അവിടെ നിന്നുള്ള പ്രതികരണം. തെരുവിൽ നടക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അവർ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്, അവർക്കൊന്നും വേണ്ടിയിട്ട് ആരും ശബ്ദം ഉയർത്തേണ്ടതില്ല എന്നുള്ളൊരു മനോഭാവം അവിടെ നിന്ന് മനസ്സിലാക്കുന്നു. പിന്നെ ആ കുട്ടിയുമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു, അതിൻ്റെ മാതാപിതാക്കളെ തിരഞ്ഞ് കണ്ടുപിടിച്ചുകൊള്ളുന്നു. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ. അത് അന്ന് സാമൂഹ്യ പ്രവർത്തനമാണെന്നൊന്നും ചിന്തിച്ചിട്ടല്ല, എൻ്റെ കണ്ണുമുന്നിൽ കണ്ട ഒരു അനീതി അല്ലെങ്കിൽ ഒരു ക്രൂരത അത് കണ്ടു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടുണ്ടായൊരു സ്വാഭാവിക പ്രതികരണമായിരുന്നു അത്. ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രവർത്തന അനുഭവം അതായിരുന്നു. അതിനുശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള അപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾ അല്പം ബുദ്ധിമുട്ടേറിയതായിരുന്നു. എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ നിലനിൽപ്പും മുന്നോട്ട് പോക്കും ഒക്കെ പ്രതിസന്ധിയിലായ ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് ചുറ്റുമുള്ളവരിലേക്കും കൂടി നമ്മുടെ കണ്ണെത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു ചിന്ത അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, സ്വന്തം ജീവിതം സമരമാക്കി മുന്നോട്ട് വന്നവരാണ് ഓരോ സാമൂഹ്യ പ്രവർത്തകരും. അതിന് ഉത്തമ ഒരു ഉദാഹരണമാണ് ചേച്ചി ലൈഫിലെടുത്ത വലിയൊരു തീരുമാനം എന്നുള്ളത്. ഒത്തിരി അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല, ഒരു കൂട്ടം മനുഷ്യരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ക്യൂർ മനുഷ്യരുടെ അടക്കം ദളിത് മനുഷ്യർ, ഇവിടുത്തെ സ്ത്രീകളുടെ ഒക്കെ തന്നെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരാണ്. പലപ്പോഴും നമ്മുടെ സമൂഹങ്ങളിൽ നമുക്ക് നിരന്തരം കേൾക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ ഞങ്ങൾ മനുഷ്യരെ പോലെ അംഗീകരിക്കുന്നില്ലേ, നിങ്ങൾ ദളിതരാണെന്ന് നിങ്ങൾ മാറ്റി നിർത്തുന്നില്ലല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ദളിതരാണെന്ന് നിരന്തരം പറയുന്നു എന്നുള്ളത്. പലപ്പോഴും അതിനൊരു കൃത്യമായ മറുപടി നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിലും അത് നമ്മുടെ ന്യൂസ് 18 പ്രേക്ഷകരായിട്ട് ഒന്ന് പങ്കുവയ്ക്കാമോ? അതെ, നമ്മൾ നാദിറ പറഞ്ഞ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളെല്ലാം മനുഷ്യരായിട്ട് പരിഗണിച്ചാൽ പോരെ എന്നുള്ളതിൻ്റെ അർത്ഥം ഈ അരികുമാറ്റപ്പെട്ടവർ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ദളിതർ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സങ്കല്പമാണ്. അതിൻ്റെ അകത്ത് ഞാൻ പറയുകയാണെങ്കിൽ അതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെന്ന് ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള ആളുകൾ മാത്രമല്ല വരുന്നത്. അതിൽ അരികുമാറ്റപ്പെട്ട വിഭാഗങ്ങൾ എന്നുള്ള നിലയിൽ ക്യൂർ മനുഷ്യർ വരുന്നുണ്ട്, മത്സ്യത്തൊഴിലാളികൾ, എല്ലാത്തരം അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ മുഴുവൻ ഉൾക്കൊള്ളുന്നവരാണ്, വിവേചനം അനുഭവിക്കുന്ന മനുഷ്യരെല്ലാവരെയും ഉൾപ്പെടുന്ന ഒരു രാഷ്ട്രീയ സംജ്ഞയായിട്ടാണ് ഞാൻ ദളിതെന്ന് പറയുന്ന ആ ഒരു പദത്തെ ഞാൻ കാണുന്നത്. അപ്പം മനുഷ്യരായിട്ട് കണ്ടാൽ പോരെ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു ചോദ്യം നമ്മളോട് ചോദിക്കപ്പെടുന്നത്, ഇവരെല്ലാം മനുഷ്യത്വത്തിന് പുറത്താണോ? അങ്ങനെയാണെങ്കിലല്ലേ നിങ്ങളെ കൂടി ചേർത്ത് ഞങ്ങൾ മനുഷ്യരായി കണ്ടാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ഞങ്ങളെ കാണുന്നത് മനുഷ്യത്വത്തിന് പുറത്താണോ എന്നുള്ളതാണ്. സാമൂഹ്യ ചിന്തകനായിട്ടുള്ള ഒർലാൻഡോ പാറ്റേഴ്സൺ ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അദ്ദേഹം ജൂതർ എന്ന നിലയിൽ ആക്രമിക്കപ്പെടുന്ന മനുഷ്യരോട് പറയുന്ന ഒരു ആഹ്വാനമുണ്ട്. ഇഫ് യു ആർ അറ്റാക്ക്ഡ് ആസ് എ ജൂ യു മസ്റ്റ് ഡിഫെൻഡ് ആസ് എ ജൂ. നിങ്ങളൊരു ജൂതൻ എന്ന നിലയിലാണ് ആക്രമിക്കപ്പെടുന്നതെങ്കിൽ നിങ്ങളൊരു ജൂതനായി നിന്ന് തന്നെ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ജൂതർക്ക് മാത്രമല്ല, വിവേചനവും ആക്രമണവും അത് വാക്കുകൊണ്ടാകാം അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടാകാം നേരിടേണ്ടി വരുന്ന ഏത് മനുഷ്യർക്കും ഈ ഒരു വാചകം, ഇപ്പോൾ പരമായിട്ടുള്ള വിവേചനം അനുഭവിക്കുന്ന മനുഷ്യർ അവരുടെ സ്വത്വത്തിൽ ഉറച്ചു നിന്ന് തന്നെയാണ് ഞാനായിട്ട് ഇപ്പം ഞാൻ ഏത് ലൈംഗിക സ്വത്വത്തിൽ അടയാളപ്പെടുത്തണമെന്ന് തീരുമാനിക്കേണ്ട ആൾ ഞാനാണ്. എന്നെ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ദളിത് എന്ന് ഞാൻ പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന ഒരു വലിയ രാഷ്ട്രീയ സംജ്ഞയുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം, വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഇന്ത്യയിലെ ഈ ചിതറിക്കപ്പെട്ട മനുഷ്യർ, ദളിതെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ചിതറിക്കപ്പെട്ടവർ എന്നാണ്. ദലനം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ചിതറിപ്പോവുക എന്നാണ്. അപ്പോൾ അങ്ങനെ ചിതറിക്കപ്പെട്ട മനുഷ്യരുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കൂട്ടായ്മയെ കൂടി സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ഇപ്പം മഹാരാഷ്ട്രയിൽ നടക്കുന്ന ഒരു ദളിതർക്കെതിരായിട്ട് നടക്കുന്ന ഒരു ആക്രമണത്തിൻ്റെ വാർത്ത പത്രത്തിൽ കാണുമ്പോൾ അവിടുത്തെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി നെയിമാണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നതെങ്കിൽ അത് വായിക്കുന്ന കേരളത്തിലിരിക്കുന്ന ഒരാൾക്ക് അത് വായിക്കുമ്പോൾ ഒരു പ്രതികരണ ശേഷിയോ അല്ലെങ്കിൽ എൻ്റെ വംശത്തിൽപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ രക്തത്തിൽപ്പെട്ട കുറേ മനുഷ്യരവിടെ ആ ജാതിയുടെ പേരിൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ള ചിന്ത അവിടെ ഉണ്ടാവുന്നില്ല. അതേ സമയത്ത് പെരുമ്പാവൂരിൽ ജിഷ എന്ന് പറയുന്ന പെൺകുട്ടി കൊല്ലപ്പെടുമ്പോൾ അവൾ കൊല്ലപ്പെടാനിടയായിട്ടുള്ള സാഹചര്യങ്ങൾ എന്താണ്? ദളിത് സാഹചര്യങ്ങളാണ്. ആർക്കും എപ്പോഴും കടന്നു ചെല്ലാവുന്ന, ആക്രമിക്കപ്പെടാവുന്ന ആ ഒരു സാഹചര്യത്തെയാണ് ദളിത് ജീവിതാവസ്ഥ എന്ന് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് കൊല ചെയ്യപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ മരണം, പെരുമ്പാവൂരിൽ ഒരു ജിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു എന്ന് മാത്രം പറഞ്ഞാൽ ആ ഒരു പദത്തിൻ്റെ വേദന അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൻ്റെ വേദന എന്താണെന്നുള്ളത് പുറത്ത് കേരളത്തിന് വെളിയിലുള്ള ഒരാൾക്ക്
ദലിതരായി ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അനുഭവപ്പെടണമെന്നില്ല. അപ്പോൾ ഈ ഒരു ഇന്ത്യയിലെമ്പാടുമുള്ള മനുഷ്യരുടെ ഇത്തരത്തിൽ വിവേചനങ്ങൾക്കെതിരായി ചേർത്ത് നിർത്തുന്ന ഒരു രാഷ്ട്രീയ സംജ്ഞ കൂടിയായിട്ടാണ് ദലിതെന്ന് പറയുന്ന പദം ആ വ്യവഹാരത്തിൽ വരുന്നത്. ആ അർത്ഥത്തിൽ ആ ചേർത്ത് നിർത്തുന്ന സ്വത്വാഭിമാനം എന്ന് പറയുന്നത് ഇത് ഞങ്ങളെ അല്ലെങ്കിൽ ജാതീയമായിട്ട് ഇകഴ്ത്താനായിട്ട് കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നവരുടെ മുൻപിൽ വിത്ത് പ്രൗഡ്, ഞാൻ അഭിമാനത്തോടു കൂടി ഞാൻ എൻ്റെ സ്വത്വത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇങ്ങനെ അഭിമാനത്തോടു കൂടി എൻ്റെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിവേചനങ്ങളും തൊട്ടുകൂടായ്മയും അടിക്കണക്ക് വെച്ച് മാറ്റി നിർത്തിയിരുന്നിടത്ത് അഭിമാനത്തോടെ ആ സ്വത്വത്തിൽ തന്നെ ജീവിക്കാൻ ഞങ്ങൾ പ്രാപ്തരായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ. ഉറപ്പായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം എന്നുള്ളത്, നമുക്ക് മുന്നേ കടന്നുപോയ മനുഷ്യർ ഇത്തരം നിരന്തരം ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനടക്കമുള്ള ആൾക്കാർ പോലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ഇന്ന് ന്യൂസ് 8ന്റെ വേദിയിൽ ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് മുന്നേ കടന്നുപോയവരുടെ സമരത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ്. അപ്പം നമ്മൾ നിരന്തരം നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ളത് അത് പറയുന്നതിൽ ഒരു മോശവുമല്ല, അത് തുറന്നു പറയുക തന്നെ വേണം. അത് വരുന്നവർക്കൊക്കെ തന്നെ വലിയൊരു ആത്മവിശ്വാസം നൽകുന്നു എന്നുള്ളതും കൂടി പറഞ്ഞു വെക്കും. ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു വേടന്റെ വിഷയത്തിൽ ആദ്യം പ്രതികരണം നടത്തിയിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് ചേച്ചി. അപ്പോൾ ഉറപ്പായിട്ടും വേടൻ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ അവസാനമുണ്ടായ ബലാത്സംഗ വിഷയത്തിൽ പോലും ഇപ്പോൾ പുള്ളി ഒളിവിലാണ്. അപ്പം വേടന്റെ വിഷയത്തിൽ പലപ്പോഴും പ്രതികരിച്ച ആളുകൾ തന്നെ തിരുത്തി പറയാറുമുണ്ട് എന്നുള്ളത് നമ്മൾ കാണാറുമുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി അന്ന് ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ ഇന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ, അതല്ല ആ തീരുമാനത്തിന് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇത് രണ്ട് സാഹചര്യങ്ങളാണ്. മുൻപ് ഉണ്ടായ വിഷയങ്ങൾ നമുക്കറിയാം, അത് സാമൂഹ്യ വിഷയങ്ങളാണ്. വേടനെ രാഷ്ട്രീയമായിട്ട് നേരിടാനും സംഘപരിവാറിൻ്റെ ഒരു പ്രത്യക്ഷ അജണ്ട വേടനെതിരെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ സാമൂഹ്യപരമായിട്ട് വേടനെ വേട്ടയാടാനും ഒറ്റപ്പെടുത്താനുമുള്ള ഒരു സംഘടിത നീക്കത്തിനെതിരായിട്ടാണ് മുൻപ് നിലകൊണ്ടിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ വേടനൊപ്പം തന്നെയാണ്. അത് എന്തുകൊണ്ടാണ്? അത്തരത്തിലുള്ള കൂട്ടായ ആക്രമണങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്ന ഒരാൾ തന്നെയാണ് ഇപ്പോഴും വേടൻ. പക്ഷേ ഇപ്പോൾ വേടൻ നേരിടുന്നത് അത്തരത്തിൽ സാമൂഹ്യമായിട്ടുള്ള ഒരു വിഷയമല്ല, മറിച്ച് വ്യക്തിപരമായിട്ടുള്ള രണ്ട് വ്യക്തികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ മേലുള്ള നിയമപരമായിട്ടുള്ള നടപടികളാണ് വേടൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ആ തരത്തിൽ തന്നെ നിയമപരമായി നേരിടുമെന്നും അതിനാവശ്യമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നും വേടൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പെൺകുട്ടിയെ ഞാൻ അഭിനന്ദിക്കുന്നുണ്ട്. കാര്യം ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ പോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് വേടനെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയോ നാട്ടുകൂട്ടം കൂടിയിട്ട് വിധി പ്രഖ്യാപിക്കും പോലെ സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിയിങ്ങിനോ മൊബൈൽ ലിഞ്ചിങ്ങിനോ ഒന്നും വിധേയമാക്കാനുള്ള ശ്രമമല്ലല്ലോ ആ പെൺകുട്ടി നടത്തിയത്. നിയമപരമായിട്ട് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് പോകാനല്ലേ. ആ ഒരു ശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒപ്പം അവരത് നിയമപരമായി നേരിട്ട് അതിനുള്ള തെളിവുകൾ ഹാജരാക്കി തിരിച്ചു വരട്ടെ. പരമാവധി ഇപ്പോൾ നമ്മൾ മുമ്പിൽ കാണുന്നുണ്ട്, ഇപ്പോൾ ഈ വേടനെതിരായിട്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഈ വെറുപ്പ് പ്രചരിപ്പിക്കുന്നതിൽ അധികവും ജാതീയമായിട്ടായാലും റാപ്പർ എന്നുള്ളത് മാറ്റിയിട്ട് റേപ്പർ, ഒരാളുടെ എതിരെ ആരോപണം വരുമ്പോൾ തന്നെ അയാൾ കുറ്റം ചെയ്തു എന്ന് വിധിക്കുകയും വിധി പ്രഖ്യാപനവും ശിക്ഷാവിധിയും ഒക്കെ ഒരുമിച്ച് നടപ്പിലാക്കുകയും കൂടി ചെയ്യാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ അതിനെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വട്ടമല്ല രണ്ടു വട്ടമല്ല, നിരന്തരമായിട്ട് സ്ത്രീകൾ ഇത്തരത്തിലുള്ള മീറ്റു അടക്കമുള്ള വിഷയങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിനെ എങ്ങനെ പ്രതികരിക്കുന്നു? മീറ്റു പ്രസ്ഥാനത്തെയോ അതിൻ്റെ ഉദ്ദേശശുദ്ധിയോ ഒന്നും ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല. സ്ത്രീകൾക്ക് അവർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ തുറന്നെഴുതാനും പറയാനും ഒക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനായിട്ടുള്ള വളരെ ഉദ്ദേശശുദ്ധിയോടുകൂടി തുടങ്ങിയിട്ടുള്ള ഒന്നിനെ നമ്മൾ ഒളിവിലിരുന്നു കൊണ്ട് ആക്രമിക്കാനുള്ള ഒരു ആയുധമായിട്ടും കൂടെ ഇതിനിടയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പല കേസുകളിലും നമ്മൾ അതും കാണുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിനെ നമ്മളൊരു കോടതിയുടെ ബദലായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനത്തോടെ എനിക്ക് വിയോജിപ്പുണ്ട്. നിയമപരമായി നേരിടേണ്ട വിഷയങ്ങളെ ആ രീതിയിൽ തന്നെ നേരിടുകയും സാമൂഹ്യ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട വിഷയങ്ങളെ അങ്ങനെ തന്നെയും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നമ്മുടെ സമൂഹം പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വിഷയം എന്നുള്ളത് വേടൻ അടക്കമുള്ള ആളുകൾ ഇപ്പം ദളിത് വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന തൻ്റെ എഴുത്തുകളിലൂടെ ഒക്കെ തന്നെ പുറമെ പറയുന്ന ആളാണ്. വളരെ സുന്ദരമായിട്ട് തന്നെ അത് വിഷയം കൈകാര്യം ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്ന ദളിത് സമരങ്ങളിലോ ദളിത് വിഷയങ്ങളിൽ തന്നെ തൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണെന്ന് പറയാനോ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി സമൂഹം പലപ്പോഴായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം?
നിൽപ്പ് സമരം മുതലുള്ള ദളിത് അവകാശ സമരങ്ങളിലെല്ലാം ഭാഗഭാക്കായിട്ടുണ്ട്. അതുപോലെ DHRM പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങൾ വളരെയധികം വേടനെ സ്വാധീനിച്ചിട്ടുണ്ട്. അംബേദ്കർ വായന വളരെയധികം ഉള്ള ആളാണ്. അപ്പോൾ ആ തരത്തിൽ ദളിത് അവബോധവും, ബാബാ സാഹേബ് ഡോക്ടർ അംബേദ്കർ പറയുന്ന ദളിത് കോൺഷ്യസ്നെസ്, ആ അവബോധവും ചിന്തയും പ്രവർത്തന പദ്ധതിയും അദ്ദേഹം ഒരു ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ അംബേദ്കർ യൂണിവേഴ്സിറ്റീസ് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിലൊക്കെയുള്ള വിവേചനങ്ങൾക്കെതിരായിട്ട് ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് അറിയാവുന്നൊരു കേസ്, പേരൂർക്കടയിൽ മോഷണ കുറ്റം ആരോപിച്ചിട്ട് വ്യാജ മോഷണാരോപണത്തിൻ്റെ പേരിൽ കേസ് എടുത്ത ബിന്ദു എന്ന് പറയുന്ന സഹോദരിയെ എൻ്റെ ഫോണിൽ വിളിച്ചിട്ടാണ് വേടൻ ആ സഹോദരിയോട് സംസാരിക്കുന്നത്. നിങ്ങൾ ഭയക്കേണ്ടതില്ല, ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം അത്തരം വിഷയങ്ങളിലെല്ലാം നിരന്തരം ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടും സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒക്കെ ഭാഗമായി നിൽക്കുന്ന ആൾ തന്നെയാണ് വേടൻ എന്നാണ്. ഉറപ്പായിട്ടും ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു മേഖല എന്നുള്ളത് എഴുത്താണ്. അതിൽ കൃത്യമായി തന്നെ ഇടപെടുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെ കലാകാരന്മാർക്ക് നിരന്തരം സൈബർ ബുള്ളിംഗ് ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് നിരന്തരം ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് നിരന്തരം സമൂഹ മാധ്യമങ്ങളിൽ പല വ്യക്തികളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് വിനായകൻ എന്നുള്ളത്. നമ്മുടെ സഹപ്രവർത്തകയായ അപർണ കുറുപ്പിനെതിരെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയ്ക്ക് ഇടയാക്കുന്ന ഒരു കാര്യം കൂടി, സ്റ്റേറ്റ്മെൻറ്റ് കൂടി നടത്തി. ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു വിമർശനം കൂടിയായിരുന്നു. വിനായകൻ പലതരത്തിൽ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നതിനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് വിനായകൻ്റെ ഒരു മുൻകാല ചരിത്രത്തിലുണ്ടായ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയ വിനായകനൊപ്പം നിന്ന ഒരു വ്യക്തിയാണ് വിനീത ചേച്ചി. അപ്പം എന്താണ്? ഞാൻ എല്ലാ കാലത്തും വിനായകനൊപ്പം നിന്നിട്ടുള്ള ആൾ തന്നെയാണ്. വിനായകനെ കുറിച്ച് വലിയ അഭിമാനമുള്ള ഒരാളും കൂടിയാണ് ഞാൻ. കാരണം ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു മനുഷ്യൻ, ഏറ്റവും ദുരന്ത പൂർണ്ണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് വന്ന ഒരു മനുഷ്യൻ, അഭിനയം കൊണ്ടും ഈ കേരളത്തിൽ നിലനിന്നിട്ടുള്ള ചലച്ചിത്ര മേഖലയിലെ സൗന്ദര്യ സങ്കല്പങ്ങളെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് തൻ്റെ രൂപത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിലുള്ള മാറ്റിനിർത്തലുകൾക്ക് അനേകം സാധ്യതകൾ ഉള്ള ഒരിടത്ത് അതിനെയെല്ലാം അതിജീവിച്ച് കാമ്പുള്ള, കാതലുള്ള, കരുത്തുള്ള അനേകം കഥാപാത്രങ്ങളെ ചെയ്ത ഒരു നടൻ, അത്രയും കേപ്പബിലിറ്റിയുള്ള ഒരു നടൻ, സംസ്ഥാന അവാർഡ് വരെ വാങ്ങിയ അത്രയും ശേഷിയുള്ള ഒരാളിൽ അഭിമാനം ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല. ആ അഭിമാനം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മഫ്തിയിൽ പോലീസുകാർ കയറി ചെന്ന് അനധികൃതമായി ചോദ്യം ചെയ്യുന്ന ആ വിഷയത്തിലടക്കം പല വിഷയങ്ങളിലും വിനായകനൊപ്പം നിന്നിട്ടുള്ള ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ തെറിവിളി എന്നല്ല, അദ്ദേഹത്തിൻ്റെ ഭാഷയെ വിമർശിച്ചുകൊണ്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഭാഷയിലെ സഭ്യതയില്ലായ്മയെ വിമർശിച്ചുകൊണ്ടുള്ള അനേകം സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ സഭ്യതയില്ലാത്ത ഭാഷ എന്ന് നമ്മൾ പറയുന്ന ഈ ഭാഷ എവിടെ നിന്നാണ് വരുന്നത്? വിനായകൻ ഉൾപ്പെടെയുള്ള മനുഷ്യർ കാലാകാലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ തലമുറകളിൽ നിന്ന് കൈമാറി കിട്ടിയിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയുണ്ട്. അതിൽ ഞാൻ പറയുന്നത്, കേരളത്തിൽ ഒരു കാലത്ത് നിന്ദ്യമായ ഭാഷയിലെ സ്വയം സംബോധന ചെയ്യാവൂ എന്ന് വിധിക്കപ്പെട്ട മനുഷ്യരായിരുന്നു കേരളത്തിലെ ദലിതർ. അവർ പ്രസവിച്ചാൽ, ദലിത് സ്ത്രീകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ കുരങ്ങിട്ടു എന്നേ പറയാൻ പാടുള്ളൂ. അപ്പോൾ വിനായകൻ്റെ ഈ ഒരു ഭാഷയുടെ പ്രശ്നം, അതിലെ അരാജകത്വം അല്ലെങ്കിൽ അതിലെ സഭ്യതയില്ലായ്മയൊക്കെ ചർച്ച ചെയ്യുന്ന അതേ കേരളത്തിൽ പിറ്റേ ദിവസം ഒരു വാർത്ത വരുന്നുണ്ട്. കേരളത്തിലെ ഒരു സ്കൂളിൽ ഒരു ഹെഡ് മിസ്ട്രസ് ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ നിറത്തെ അധിക്ഷേപിച്ചുകൊണ്ട് കരിങ്കുരങ്ങെന്നും കരിവേടനെന്നും വിളിച്ച് ആക്ഷേപിച്ചതിൻ്റെ പേരിലുള്ള കുട്ടിയുടെ അമ്മയുടെ പരാതി പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. ന്യൂസ് 18 അടക്കമുള്ള ചാനലുകൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ വിശദമായിട്ട്. ആ അധ്യാപികയ്ക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം, നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള വാക്കുകൾ, കോളനി വാണം, കരിങ്കുരങ്ങ്, ബോഡി ഷെയ്മിങ്ങിന് ഉപയോഗിക്കാവുന്ന വാക്കുകൾക്കൊന്നും പട്ടികപ്പെടുത്താവുന്ന നമ്മുടെ മലയാളത്തിലെ തെറിവാക്കുകൾ തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലൈംഗികതയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ, ജാതീയമായ ഇകഴ്ചയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ, ശാരീരികമായിട്ടുള്ള കുറവുകളെ സൂചിപ്പിക്കുന്ന പദങ്ങൾ, ഈ 3 കാറ്റഗറി പദങ്ങൾ മാത്രമേ നമുക്ക് തെറിവാക്കുകളായിട്ടുള്ളൂ. അപ്പോൾ ഇത് വരുന്നത്, ഈ വാക്കുകളുടെ എല്ലാം ഇത് തുടർച്ച വരുന്നത് നമ്മുടെ കാലാകാലങ്ങളായിട്ട് ദലിതർക്ക് നേരെ പ്രയോഗിക്കാനുള്ള വാക്കുകളെന്നും ദലിതരെ സ്വയം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള വാക്കുകളൊക്കെ മുൻപ് കാലങ്ങളിലെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇക്കാലത്തും തുടരണമോ എന്നുള്ളതാണ്
അവിടെ നമ്മൾ കുറേ കൂടി ആധുനികരായില്ലേ, പരിഷ്കരിക്കപ്പെട്ടില്ലേ. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പ്രത്യേകിച്ച് സാമൂഹ്യ ഇടങ്ങളിൽ നടത്തുമ്പോൾ നമ്മൾ ആധുനികതയ്ക്ക് അപ്പുറമല്ലേ നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ വിനായകൻ ആധുനികതയോടൊപ്പം എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്കും സംശയമുണ്ട്. ഒരേ സമയം വിനായകൻ ദലിത് വിരുദ്ധമായിട്ടുള്ള സാമൂഹ്യ പൊതുബോധത്തിൻ്റെ ഇരയാണ്. അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വിനായകൻ ഒരു തെറിവാക്കുകൾ ഉപയോഗിച്ചുള്ള ഒരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ എങ്ങനെയായിരിക്കും? ജാത്യാലുള്ളത് തൂത്താ പോകുമോ, ജാതി എങ്ങനെയായാലും അതിൻ്റെ ഗുണം കാണിക്കാതിരിക്കുമോ, ഇങ്ങനെ തരത്തിലുള്ള കഞ്ചാവ് അടിച്ചിട്ടിരുന്ന് എഴുതുന്നതായിരിക്കും. ഇങ്ങനെ തരത്തിലുള്ള അയാളുടെ ജാതിയെയും സ്വത്വത്തെ അപമാനിച്ചുകൊണ്ടുള്ള വാക്കുകളും കമൻറ്റുകളും ആയിരിക്കും അതിൻ്റെ അടിയിലൊന്ന് വായിച്ചാൽ കാണുക. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ സഭ്യമായ ഭാഷയിലൊരു പോസ്റ്റ് എഴുതിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്നത് ഇതേതോ അഡ്മിനെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ആരെങ്കിലും എഴുതി കൊടുത്തിട്ട് അത് പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും. അപ്പോൾ വിനായകൻ എന്ന് പറയുന്ന ദലിതനായിട്ടുള്ള ആൾക്ക് ഒന്നുകിൽ കഞ്ചാവ് വേണം അല്ലെങ്കിൽ മറ്റാരെങ്കിലും എഴുതി കൊടുക്കണം. അദ്ദേഹത്തിന് സ്വയം ചിന്താശേഷിയില്ലേ? അദ്ദേഹത്തിൻ്റെ ബോധത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്നും സ്വന്തമായിട്ടുള്ളതൊന്നും വരില്ലേ എന്നുള്ളൊരിടത്താണ് ജാതീയതയുടെ ദലിത് വിരുദ്ധമായിട്ടുള്ള സവർണബോധത്തിൻ്റെ ഇരയായിട്ട് വിനായകൻ മാറുന്നത് അവിടെയാണ്. എന്നാൽ ഇതേ വിനായകനിൽ ദലിത് വിരുദ്ധതയുടെ ഇരയായിട്ടുള്ള ഇതേ വിനായകനിൽ എന്തുണ്ട്? അദ്ദേഹത്തിന് ഉള്ളിൽ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള പോസ്റ്റുകൾ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അതുപോലെ ക്യൂർ ഫോബിക്കായിട്ടുള്ള പോസ്റ്റുകൾ അദ്ദേഹം നിരന്തരം ഇട്ടിട്ടുണ്ട്. തെറിവാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നതിൽ കൂടുതലും ക്യൂർ വിരുദ്ധമായിട്ടുള്ള തെറിവാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയം അദ്ദേഹം ആരാണ്? ഇരയുമാണ്, വേട്ടക്കാരനുമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ആധുനികതയ്ക്ക് പുറത്തേക്ക് അദ്ദേഹം പോകുന്നത് ഈ തരത്തിലാണ്. അദ്ദേഹം സ്വയം ദലിതരുടെ ഏതെങ്കിലും സമരങ്ങളിലോ, ഇപ്പോൾ വേടനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, വേടൻ അത്തരത്തിൽ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുള്ള ആളാണ്. പക്ഷേ വിനായകനെ നമ്മൾ ഒരിടത്തും വിനായകൻ എന്ന് പറയുന്ന നടൻ്റെ കഴിവുകളെയും അദ്ദേഹത്തിൻ്റെ അഭിനയശേഷിയെയും അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കഴിവുകളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അദ്ദേഹം ഇപ്പം അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ തെറിവാക്കുകളുടെ എല്ലാം ബാധ്യത ദലിതരുടെ മൊത്തം തലയിൽ കൊണ്ടിടുകയും ദലിതനായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ജാതി ബാധ്യതയായിട്ട് മാറ്റുകയും ചെയ്യുന്നത് കൊണ്ട് അത് കൺമുന്നിൽ കാണുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിനായകൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ളതായിട്ടുള്ള ജാതി വിരുദ്ധമോ ജാതീയതയ്ക്കെതിരോ ജാതീയ ആക്രമണങ്ങൾക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ക്യാമ്പയിനിൻ്റെയോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെയോ സംഘടനയുടെയോ ഒന്നും ഭാഗമായിട്ട് ഞാൻ പറയുന്നത് ദലിത് പക്ഷത്ത് നിന്നുകൊണ്ട് എപ്പോഴെങ്കിലും ഇടപെട്ടിട്ടുള്ള ഒരു സംഭവങ്ങളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതേസമയം അദ്ദേഹം പ്രത്യക്ഷമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദികളിൽ പ്രത്യക്ഷപ്പെടുകയും രാഷ്ട്രീയ പക്ഷപാതിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന പൊതുബോധത്തിന് പോലും എതിരായിട്ടുള്ള ചില പ്രവൃത്തികളും സംസാരങ്ങളും എഴുത്തുമൊക്കെ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നുമുണ്ട്. അതെ, ഇപ്പം പലപ്പോഴും ഈ പറഞ്ഞ പോലെ വിനായകനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇടപെടൽ നടത്തിയ ആളുകൾക്ക് പോലും വലിയ രീതിയിൽ മോശാനുഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നിരന്തരം കാണാൻ സാധിക്കും. അപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചേച്ചി വിനായകനെ സപ്പോർട്ട് ചെയ്തൊരു കുറിപ്പടക്കം ഇട്ടിരുന്നു. അപ്പം അതിനെ എങ്ങനെയായിരുന്നു വിനായകൻ പ്രതികരിച്ചത്? ഞാൻ ഈ വിഷയത്തിൽ അതായത് വിനായകൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. അപ്പം അദ്ദേഹത്തെ ഞാനൊരു ആധുനിക കവിതയാണ് എഴുതിയത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പോലീസ് വെറുതെ വിടുന്നു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ വളരെ ജൈവികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വത്വത്തെ എനിക്കിഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു തരത്തിലൊരു വേര് മുതൽ പേരോളം ആഴത്തിൽ തീ പിടിച്ചൊരു കവിതയുടെ പേര് കൂടിയാണ് വിനായകൻ എന്നൊരു സ്റ്റാറ്റസ് എഴുതിയിരുന്നു. പക്ഷേ അത് എൻ്റെ സന്തോഷമാണ് ഞാൻ അതിൽ എനിക്ക് കണ്ടത്. പക്ഷേ തോന്നുക അപ്പോൾ എല്ലാ കാലത്തും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ് ഞാൻ. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് പ്രകോപിതനായി എന്നെ അടക്കം ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ചു നേരം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരു സാധാരണ മനോനിലയിലല്ല ഈ വിളിക്കുന്നത്, അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹിമേഷിനെ ഞാൻ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിനടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്നെ തെറ്റിദ്ധരിച്ചിട്ടാണെന്ന് തോന്നുന്നു, ചീത്ത വിളിക്കുന്നുണ്ടൊന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ എന്നോട് വിളിച്ചിട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാനത് അറിയാതെയാണ്, ഞാൻ നല്ലൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. വിനായകൻ ഇടപെടുന്ന എല്ലാ വിഷയങ്ങളിലും ഒരു വലിയൊരു
തെറികളുടെ ഒരു കൂട്ടം ഉണ്ടെങ്കിൽ പോലും അതിന് അവസാനം തെറ്റുപറ്റി എന്നുള്ള ക്ഷമാപണം നടത്താറുണ്ട്. അതെ പക്ഷേ അതെ തെറിവിളി കേൾക്കുന്ന സമയത്ത് നമ്മളെ വലിയ രീതിയിൽ സ്ത്രീത്വത്തെയോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള തെറികളായിരിക്കും പലപ്പോഴും ഉപയോഗിക്കുക. അതെ അതെ അങ്ങനത്തെ ഒരു മോശമായ അതെ അതെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഒരു ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയെ അതിജീവിക്കാൻ ഒരു കൗൺസിലിങ്ങോ മറ്റോ ഒക്കെ ആവശ്യമുള്ള ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വയം മനസ്സിലാക്കി അതെ തന്നെ അതെ മുന്നോട്ട് വരേണ്ട ഒരു വലിയ ആവശ്യം കൂടെയുണ്ട്. തീർച്ചയായിട്ടും പക്ഷെ അത് തീർച്ചയായിട്ടും കേൾക്കേണ്ട ബാധ്യത നമുക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ് അതെ അതെ നമ്മളെല്ലാം മുന്നോട്ട് അതെ വെക്കുന്നത്. അതെ അപ്പം എന്തെങ്കിലും നിയമപരമായിട്ട് പോകാനായിട്ടോ അയ്യോ അല്ലെങ്കിൽ ഇല്ല ഇല്ല. കാര്യം എനിക്ക് അദ്ദേഹം പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടാണ് എനിക്കത് തെറ്റിദ്ധാരണയുടെ പുറത്താണ് എന്നുള്ളത് പറഞ്ഞത് മനസ്സിലായി. അപ്പം അത് ആ ഒരു സാഹോദര്യത്തിൻ്റെ പേരിൽ തന്നെ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാലത്തും അദ്ദേഹത്തിനോട് ആദരവും ബഹുമാനവും ഉള്ള ആ ഒരു ഇതിനോടൊപ്പം തന്നെ ഞാനിതിനെ ഉറപ്പായിട്ടും കാണുന്നു. അത്തരം ആദരവിനെ മിസ്യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ഇരിക്കട്ടെ ആ അതെ വ്യക്തി കൂടി അത് ശ്രമിക്കണം എന്നുള്ളതാണ്. അതെ അതെ പലപ്പോഴും കേരളത്തിനകത്ത് വലിയൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ക്യൂർ വിരുദ്ധതയും ദളിത് വിരുദ്ധതയും ഇല്ലെങ്കിൽ മുസ്ലിം ഫോബിക് അടക്കമുള്ള അതെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇടതുപക്ഷ സർക്കാരുമായിട്ട് അടുത്ത് നിൽക്കുന്നു എന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാകുമെങ്കിലും അവർക്ക് പോലും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇടപെടലാണ് പലപ്പോഴും പക്ഷെ കാണുന്നത്. അപ്പോഴും ഇടതുപക്ഷ സർക്കാരിന്റെ വലിയ വേദികളിലൊന്നും നമ്മൾ വിനായകനെ കാണാറില്ല. കഴിഞ്ഞ ദിവസം കാണാറില്ല. നടന്ന കോൺക്ലേവിലൊന്നും കോൺക്ലേവിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ നവകേരള വാർഷിക മോഹൻലാലും മമ്മൂട്ടിയും അടക്കം പങ്കെടുത്ത എല്ലാ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ഒരു സർക്കാരിനടക്കം ഒരു വലിയൊരു ബാധ്യതയാകും എന്നുള്ള വലിയൊരു ഭയം കൂടി അവിടേക്കൊന്നും ഉണ്ട്. വിനായകൻ അതാണ് ഞാൻ പറഞ്ഞത്, അവിടേക്കൊന്നും അടുപ്പിക്കപ്പെടുന്നില്ല വിനായകൻ. സംസ്ഥാന അവാർഡ് ജേതാവായിട്ടുള്ള ഒരു നടനാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവിടെയും വിനായകൻ തന്നെ ഒരിക്കൽ പറയുന്നുണ്ട്, ജാതിയും നിറവുമാണ് എന്നെ മാറ്റി നിർത്താനുള്ള. അപ്പം അത് തിരിച്ചറിയുന്ന ഒരാൾ കുറച്ചും കൂടെ അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവൊന്നുമല്ല. അത്തരത്തിലുള്ള ജാഗ്രതയുടെ ആവശ്യമുണ്ട്. വിനായകൻ എങ്ങനെ പെരുമാറണം എന്ന് നമുക്ക് വിധിക്കാൻ പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനമാണ്. അദ്ദേഹം എങ്ങനെ ഇടപെടണം എന്നുള്ളത് നമ്മുടെ പ്രതീക്ഷകളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അത്രയേ ഉള്ളൂ. പലപ്പോഴും ഈ ദളിത് കാർഡുകൾ ഉപയോഗിക്കാനായിട്ടുള്ള ശ്രമം നടത്തുമെങ്കിലും ദളിതന്റെ ഒരു വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാളായിട്ട് കാണുന്നില്ല എന്ന് ചേച്ചി നേരത്തെ സൂചിപ്പിച്ചത് വളരെ വ്യക്തമായിട്ടാണ്. കാരണം ദളിത് സമരങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ പലപ്പോഴും ദളിതർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിലൊന്നും തന്നെ വിനായകന്റെ സ്റ്റേറ്റ്മെന്റുകളില്ല. പലപ്പോഴും വ്യക്തിപരമായിട്ടാണ്. അതെ സിനിമകൾ ഇറങ്ങുന്ന തൊട്ട് മുൻപായിരിക്കും ഇത്തരം വിവാദങ്ങൾ പലപ്പോഴും അതെ സൃഷ്ടിക്കപ്പെടുന്നതായിട്ട് അതെ സമൂഹം കാണുന്നത്. അതെ അത് അങ്ങനെ തന്നെയാണോ തോന്നിയിട്ടുള്ളത്? അങ്ങനെ ചിലയിടങ്ങളിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് വരുന്നതിന് മുൻപായിട്ട് തൊട്ട് മുമ്പ് ഒരു അതെ വിവാദം ഉണ്ടാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊരു പക്ഷേ അറ്റൻഷൻ സീക്കിംഗ് എന്നുള്ള രീതിയിലുള്ളതാവാം. വലിയൊരു സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം ഈ വിഷയമൊക്കെ തന്നെ നമ്മൾ സംസാരിച്ചാൽ ഒരു 2 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന അതെ വലിയൊരു സബ്ജക്റ്റാണ്. എങ്കിലും ഒത്തിരി സന്തോഷമുണ്ട് വളരെ ചുരുങ്ങിയ സമയത്ത് നമുക്ക് കുറേ അധികം വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിച്ചത്. ഇന്നത്തെ ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.